ഹലോ, അങ്ങനെ ഇതാ ഇക്കാനെ കൂട്ടാതെ ഞാനിന്ന് പുറത്തേക്ക് പോവാണ്. എന്ന് വെച്ചാൽ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ ആങ്ങളെയുണ്ട് കൂടെ. സത്യം പറഞ്ഞ ഫവാസ്ക് കൂടെയില്ലാണ്ട് പോകുമ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും പോയേ പറ്റുള്ളൂ. കാരണം എന്താണ്, കല്യാണം കഴിഞ്ഞുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഈ ജനുവരി 7 കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. ആദ്യം ഞാൻ ഫവാസ്ക് അറിയാണ്ട് പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ ഞാൻ എന്ത് കള്ളത്തരം ചെയ്താലും കണ്ടുപിടിക്കുന്ന ഇക്ക ഇതും കണ്ടുപിടിച്ച്. പക്ഷെ എന്ത് മേടിക്കാനാ എവിടെ പോകുന്നത് മാത്രം ഇക്കാക്ക് അറിയത്തില്ല. അങ്ങനെ പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇതാ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചൊന്ന് ഗിഫ്റ്റാക്കി വെക്കണം. ഫവാസ്ഖാൻ്റെ ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അത് കാണുമ്പോൾ ഞാൻ കൊടുക്കുന്നതിനേക്കാളും സർപ്രൈസ് ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സർപ്രൈസ് കൊടുക്കും എന്നുള്ളത് ഫവാസ്ഖാക്ക് ഉറപ്പുണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സർപ്രൈസ് ഒരിക്കലും പ്രതീക്ഷിക്കൂല. നാട്ടിലത്തെ പോലെ റിബണ് ചോദിച്ചപ്പോൾ എവിടെയും കിട്ടിയില്ല. പിന്നെ ഒരു മീറ്റർ സാധാ നോർമൽ റിബൺ അങ്ങ് വാങ്ങി. ഇനി അതുകൊണ്ട് കെട്ടി മഞ്ചാക്കാനുള്ള പെടാപ്പാടിലാണ്. സർപ്രൈസ് കൊടുക്കാനും കിട്ടാനും ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷെങ്കിൽ കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കൊടുക്കാൻ. എൻ്റെ സ്വന്തം കൈയോട് പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. അത് കൊടുത്തിട്ട് അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം, അതാണ് നമ്മുടെ സന്തോഷം. അതിനാണ് ഈ പെടാപ്പാട്. അതിനുള്ളിൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാലോ. അങ്ങനെ ആ ഒരു ബോക്സ് റിബണൊക്കെ കെട്ടി സെറ്റാക്കിയ ശേഷം ഉമ്മാന്റെ ഗിഫ്റ്റ് പാക്ക് ആക്കാൻ തുടങ്ങി. അതൊരു നോർമൽ പാക്ക് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമം. അങ്ങനെ ഒരു കോലത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉമ്മാന്റെ ഗിഫ്റ്റ് ആണെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ കവറിന്റെ പുറത്ത് ടു മൈ സൺ എന്നും കൂടി എഴുതി ചേർത്ത് ഇതൊക്കെ എടുത്ത് ഫവാസ്ക കാണാത്തൊരിടത്ത് വെക്കണം. ബാക്കി രാത്രി സെറ്റ് ആക്കണം. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.